ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് കുളത്തൂർ ജെയ്സൺ ആണ്. നമസ്കാരം സാർ. നമസ്തേ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 1-2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുപോലെ തന്നെ ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നിർണായക വഴിത്തിരിവാവുന്ന വിധി വരുന്നതും നാളെയാണ്, അതായത് ഡിസംബർ 8-ന്. ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഒരു വിധി ഇലക്ഷന് ശേഷമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാറ് പരാതി നൽകിയ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കത്തിന് പിന്നിലെ കാരണം എന്ന് പറയാമോ? അല്ല, നമുക്ക് ഒരു വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഇലക്ഷൻ പ്രക്രിയ ഡേറ്റ് 2 ഘട്ടങ്ങൾ നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം. 9-ാം തീയതിയും 11-ാം തീയതിയുമായിട്ടാണ് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഇലക്ഷൻ വരുന്നത്. അപ്പോ ഈ ഇലക്ഷന്റെ പ്രക്രിയ നടക്കുന്നതിന് തലേ ദിവസം 5-6 ജില്ലകളിൽ നടക്കുന്ന ഇലക്ഷന്റെ പ്രക്രിയയുടെ തലേ ദിവസം ഒരു വലിയ കേസിൽ, അതായത് നിർണായകമായുള്ള പല സുപ്രീം കോടതിയും ഹൈക്കോടതിയും പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ വിചാരണ കോടതിക്കെതിരെയും അനുകൂലമായും ഒക്കെ ഇടപെട്ട ഒരു കേസ് പൊതുജനം വളരെ ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ പുരുഷന്മാരെക്കാളും വളരെ വലിയ ഭൂരിപക്ഷത്തിലെ വോട്ടർമാര് നമുക്ക് സ്ത്രീകളാണുള്ളത്. അപ്പോ സ്ത്രീ സുരക്ഷ, എത്രമാത്രം സ്ത്രീ സുരക്ഷ ഈ ഗവൺമെന്റിന്റെ പോളിസിയാണ് അതടക്കമുള്ള കാര്യങ്ങൾ ഈ വിധിയിലൂടെ പുറത്തു വരുവാൻ പോകുകയാണ്. കോടതിയെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കുന്ന ഒരു വസ്തുത അനുസരിച്ച് കോടതിക്ക് ഒരിക്കലും ഒരു വിധി പ്രസ്താവനം നടത്തുവാൻ സാധ്യമല്ല. കോടതിയിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് ഒരു വിധിന്യായം പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോ ഈ ഒരു വശം, നമുക്ക് ഈ കേസിൽ 2 വശം. ഒരു വശം എന്ന് പറയുന്നത് ദിലീപിനെ ഈ കേസിൽ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ കരുതിയിരിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ നടിക്ക് കൃത്യതയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ വിചാരണ കോടതിയിൽ നിന്ന് കിട്ടുമോ, നല്ല ഒരു ജഡ്ജ്മെന്റ് വരുമോ, ഇതിൽ പ്രതികളാകുന്ന, യഥാർത്ഥത്തിൽ പ്രതികളായി ഈ കുറ്റകൃത്യം നടത്തിയ ആളുകൾ ശിക്ഷിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കകളിലൂടെ പൊതുജനം കരുതിയിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യം, ഇലക്ഷന്റെ തലേ ദിവസം ഈ ഒരു വിധി വന്നാൽ അതൊരു ഇലക്ഷന്റെ നിഷ്പക്ഷമായുള്ള നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടുന്നതായിട്ടുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഗവൺമെന്റിന് ഞാൻ മുഖ്യമന്ത്രിക്ക് തന്നെ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഞാനൊരു കത്ത് നൽകിയിരുന്നതാണ്. അത് നമുക്ക് വിചാരണ കോടതിയിൽ പ്രത്യേക പ്രോസിക്യൂട്ടറെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഹർജി, സ്പെഷ്യൽ ഹർജി ഫയൽ ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിധി പുറത്തു വരുന്നതിനുള്ള ഒരു നടപടിക്രമം നടത്തണം, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതിൽ യാതൊരു തരത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാന് ഒരു കത്ത് മെയിൽ വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് വഴിയും അയച്ചിരിക്കുന്നത്. കാരണം ഇന്ന് തന്നെ ഈ ഇലക്ഷൻ നമുക്ക് 9-ാം തീയതി ഇലക്ഷൻ നടക്കുകയാണ്. നാളെ അതിന്റെ ഒരു കോടതി വിധി, ദിലീപ് പ്രതിയായ കേസിൽ കോടതി വിധി വരികയാണ്. ഇതിൽ ശരിക്കും ഈ കോടതി വിധി നമ്മുടെ കേരളത്തിലെ മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തും അതുപോലെ തന്നെ ഇന്റർനാഷണൽ തലത്തിലും ജനങ്ങൾ കൗതുകത്തോടു കൂടിയല്ല ഇത് കാണുന്നത്, വളരെ ഗൗരവപരമായിട്ടാണ് കാണുന്നത്. ഒരു നടി പരസ്യമായി വാഹനത്തിൽ ആക്രമിക്കപ്പെടുന്നു, അവരെ നഗ്നയാക്കി ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ളതാണ് നമ്മുടെ പ്രോസിക്യൂഷന്റെ വാദം. അതുപോലെ തന്നെ ദിലീപിന്റെ വാദം, അതുപോലെ തന്നെ പൾസർ സുനിയുടെ വാദം ഒക്കെ പറയുന്നത് ഞങ്ങളെ ഇതിന്റെ അകത്ത് പല ആളുകളും ഘട്ടഘട്ടമായി കേസിൽ കുടുക്കിയതാണ്, ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യങ്ങൾ പ്രതിഭാഗത്തിന്റെ വക്കീലന്മാർ ഉയർത്തുന്നു. അപ്പോൾ 2 വശം ഈ കേസിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വിചിത്രമായ ഒരു കാര്യമെന്ന് പറയുന്നത്, സുപ്രീം കോടതി പല ഘട്ടങ്ങളിലും വിചാരണ കോടതിയുടെ വിചാരണ നടപടിക്രമങ്ങൾക്കെതിരെ ഇടപെട്ട സാഹചര്യങ്ങളുണ്ട്. ഹൈക്കോടതി അതുപോലെ തന്നെ അതിജീവിതയുടെ ഹർജിയിൽ മേൽ അത് അനാവശ്യമായിട്ടുള്ള ചില പെറ്റീഷൻസുകളാണ് നമുക്ക് കോടതിക്ക് മുന്നേ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടല്ല, ചില നിയമ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിജീവിത ഫയൽ ചെയ്ത ചില നടപടിക്രമങ്ങൾ ശരിയല്ല എന്ന് ഉയർന്ന കോടതികൾ പറയുകയും ചെയ്ത ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇത് വളരെ നിയമജ്ഞരടക്കം ഒരു നിയമ ലോകം അടക്കം സ്ത്രീകളടക്കം വളരെ വലിയ ഗൗരവത്തോടെ കാണുന്ന ഒരു സബ്ജക്റ്റിൽ വിചാരണ 100-200-ലധികം സാക്ഷികളെ
കോടതി വിസ്തരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പല തെളിവുകളും നമുക്ക് ശേഖരിച്ച് കോടതിക്ക് മുന്നേ നമുക്ക് പ്രോസിക്യൂഷന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പ്രതിഭാഗം തന്നെ വലിയ വലിയ തെളിവുകൾ തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ദിലീപിന് എതിരായിട്ടാണ് ഈ ഒരു വിധി വരുന്നതെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് അനുകൂലമാകാനുള്ള സാധ്യതയില്ല. കോടതി വിധിയെ സംബന്ധിച്ച് ദിലീപിന് അനുകൂലമായിട്ടോ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടോ ഒരു ഉത്തരവ് വന്നാൽ അത് ഏത് ഉത്തരവായാൽ പോലും, ഏത് രീതിയിലുള്ള ഉത്തരവായാൽ പോലും അത് തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവകരമായിട്ട് സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തിരഞ്ഞെടുപ്പിന് ശേഷം ഈ വിധി നമുക്കറിയാം. ഇന്നിപ്പോ നാളെ വിധി വരികയാണ്. അപ്പൊ നാളെ വിധി വരുന്നു, ചൊവ്വാഴ്ച ഇലക്ഷനാണ്. അപ്പോ ഇതിന്റെ ജഡ്ജിക്ക് തന്നെ ഇത് വളരെ ഗൗരവകരമായി കണ്ട് വിചാരണ ജഡ്ജിക്ക് തന്നെ നാളെ ഇതിന്റെ പ്രൊസീജിയർ കോടതിയിൽ വരുമ്പോ ഇത് 11-ാം തീയതിക്ക് ശേഷം ഞാൻ വിധി പറയുവാൻ മാറ്റിയിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. പക്ഷെ ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാളെ കൃത്യതയുള്ള ഒരു വിധി കൃത്യമായിട്ട് തന്നെ വരും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോ മറ്റൊന്ന് നാളെ വിശ്വസിക്കുന്നത്. അപ്പോ നമുക്ക് ഇലക്ഷൻ കമ്മീഷനാണ് ഇനി ഇതിന്റെ അകത്ത് ഇടപെടാനുള്ളത്. ഒരു നിഷ്പക്ഷമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് എതിരാണ് ഈ കോടതി വിധി. നാളെ വരുന്ന കോടതി വിധി ദിലീപിന് അനുകൂലമായാലും അതിജീവിതയ്ക്ക് അനുകൂലമായാലും കൃത്യമായി പൊതുജനങ്ങളെ, വോട്ടർമാരെ സ്വാധീനിക്കും എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവമായി നിയമപരമായി കണ്ട് നാളെ തന്നെ രാവിലെ തന്നെ സ്പെഷ്യൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഒരു പ്രത്യേക പെറ്റീഷൻ മോർണിംഗിൽ തന്നെ കോടതിയിൽ ഫയൽ ചെയ്ത് ആ വിധി പ്രസ്താവം 11-ാം തീയതിക്ക് ശേഷം മാറ്റുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയുടെ കാതലായിട്ടുള്ള കാര്യം. അതെ, പക്ഷേ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്കറിയാം മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ വിഷയം, അതുപോലെ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സ്ത്രീ വിഷയം, ഇതൊക്കെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഏറ്റവും മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതും. അതിലൊരു പരിധിവരെ ഇലക്ഷൻ സ്വാധീനിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനോടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് പോകാൻ മാധ്യമങ്ങൾ ഒരു പ്രധാന കാരണം അല്ല, മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായി ചെയ്യുന്നത്. ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണം ചില ആളുകൾ ഒരു ആരോപണം ഉന്നയിക്കും. പക്ഷെ പല സമൂഹം പിന്നേന്ന്, അതായത് കുറച്ചു സമയം കഴിഞ്ഞാൽ ഈ സംരക്ഷിക്കുന്ന മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ സംരക്ഷിക്കുന്ന ഏജൻസികളും നമ്മളെ കൈവിടും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും, പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പലപ്പോഴും ആരോപണങ്ങൾ ഉയരുമ്പോഴും അവർക്ക് കൃത്യതയുള്ള തെളിവുകളോ അതുപോലെ തന്നെ കൃത്യതയുള്ള പരാതിയോ കൊടുക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. സർക്കാരിന്റെ ഭാഗം എന്ന് പറയുന്നത് കൃത്യതയുള്ള തെളിവനുസരിച്ചുള്ള കാര്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുക മാത്രമാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക. സർക്കാരിനൊരു വലിയ രീതിയിൽ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കേസിന് മാത്രം ഒരു പ്രത്യേക ഒരു SP അല്ലെങ്കിൽ ഒരു IG നമ്മൾ ചുമതലപ്പെടുത്തുമ്പോൾ അതിൽ മറ്റൊരു വിഭാഗം ആളുകൾ അതിനെ സംശയ രൂപേണ കാണുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഇപ്പൊ തന്നെ 2-3 പരാതികൾ വന്നു. അതിൽ ഏറ്റവും അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഒരു പരാതി അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ IPS ഉദ്യോഗസ്ഥയാണ്, വലിയ ഉയർന്ന റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥയാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഒരു സാധാരണ സ്ത്രീക്കുള്ള പരിഗണന തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കുമുള്ളത്. അപ്പൊ സാധാരണ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഇതിനേക്കാളും വളരെ ക്രൂവൽ ആയിട്ടുള്ള പെരുമാറിയിട്ടുള്ള സാഹചര്യങ്ങൾ, കുറ്റകൃത്യങ്ങളുള്ള പരാതികൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ ആ പോലീസ് എന്താ ചെയ്യുക? ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഒരു SHOയുടെ റാങ്കിലുള്ള ഒരു വനിതാ പോലീസാണ്, അല്ലെങ്കിൽ ഒരു DD ചാർജിന്റെ ചുമതലയുള്ള ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് മൊഴിയെടുക്കുന്നത്. അപ്പൊ മൊഴിയെടുക്കുന്നത് ഒരു IPS ഉദ്യോഗസ്ഥയാകുമ്പോൾ ആ പരാതിയിൽ കളവാണ്, അതിലൊരു രാഷ്ട്രീയ നിറമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള പൊതുജനം, അല്ലെങ്കിൽ സംശയിക്കുന്ന പൊതുജനം കേരളത്തിൽ ഒരു വലിയ വിഭാഗമായിട്ട് തന്നെയുണ്ട്. അപ്പൊ സ്വാഭാവികമായി മാധ്യമങ്ങൾ ഉയർത്തുന്ന ചില വിഷയങ്ങൾ അവർ വളരെ കാര്യമായി അവർ മനസ്സുകളിൽ എടുക്കുകയും അതുപോലെ തന്നെ അവര് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇടുകയും ചെയ്യുന്നതിൽ അവരെ നമുക്ക് കുറ്റം പറയുവാൻ കഴിയുകയില്ല. മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്. മാധ്യമങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാണ്. ആ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ ചെയ്തില്ല എങ്കിൽ ഇവിടെ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ നിയമത്തെയും അട്ടിമറിക്കുന്ന വേറെ ഒരു വലിയ സംഘം ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും രൂപപ്പെടും. ആ രൂപപ്പെടുന്ന ഒരു സംവിധാനം നമ്മുടെ പൊതുജനങ്ങൾക്ക് വളരെ ശല്യമായി മാറും എന്നുള്ളത് കൊണ്ട്
മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. അവര് ഉയർത്തുന്ന വിഷയങ്ങൾ കൃത്യമായി സർക്കാർ പരിശോധിക്കേണ്ടതാണ്, കൃത്യമായ നിയമ നടപടി ഉയർത്തേണ്ടതാണ്. അതല്ലാതെ ഈ വിഷയങ്ങളിൽ മാധ്യമങ്ങളെ നമ്മൾ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയുന്നതല്ല. ഇനിയിപ്പോ ദിലീപിന്റെ വിധി നാളെ വരുവാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും ദിലീപിന് അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കും എന്നുള്ള എന്തെങ്കിലും ഒരു ഇതുവരെയുള്ള കേസിന്റെ ഒരു നാൾ വഴികൾ വെച്ച് ദിലീപിന് പ്രതികൂലമാകാനാണോ സാധ്യത ഏതാണെന്നുള്ളത് പറയാമോ? അല്ല, നമ്മളെ ഒരു നിയമ സംവിധാനം അനുസരിച്ച് ഒരു കുറ്റകൃത്യത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഗൂഢാലോചന കൃത്യമായി തെളിയിക്കപ്പെടണം. എന്റെ ഫോണിൽ നിന്ന് ഒരു ഗൂഢാലോചന, ഞാൻ ഒരു വാട്സപ്പ് ചാറ്റ് നടത്തി എന്ന് പറഞ്ഞാൽ അത് എന്റെ ഫോണായിരിക്കാം, പക്ഷേ അത് വേറെ ഒരാൾക്കും എന്റെ ഫോൺ ഉപയോഗിക്കാൻ കഴിയുമല്ലോ. അപ്പൊ സ്വാഭാവികമായി കോടതി തലങ്ങളിൽ വരുമ്പോ അത് ഞാനാണ്, എന്റെ വാട്സപ്പിൽ നിന്നും ഒരു മെസ്സേജ് പുറത്തു പോയാൽ അത് ഞാനാണ് ചെയ്തത് എന്ന് കൃത്യമായി തെളിയിക്കാൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് ചെയ്യുന്ന കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നയാളുടെ വാട്സപ്പിൽ നിന്നും ഇന്നയാളുടെ ഫോൺ കോളിൽ നിന്നും ഒരു ഫോൺ അങ്ങോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കൃത്യതയുള്ള തെളിവുകൾ അവർക്ക് കൊടുക്കാൻ സാധ്യമല്ല. അപ്പൊ സാധ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ല. കോടതിയെ സംബന്ധിച്ച് തെളിവുകളാണ് കൃത്യതയുള്ളത്. അപ്പൊ ദിലീപ് നടിയെ ആക്രമിച്ചു എന്നുള്ള ഒരു ഘട്ടമില്ല. ദിലീപ് കൊട്ടേഷൻ കൊടുത്തു, പ്രതിയെ നടിയെ ആക്രമിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഭാഗം. അല്ല ദിലീപ് നേരിട്ട് നടിയെ ആക്രമിച്ചതായിട്ടോ നടിയെ ഹരാസ് ചെയ്തതായിട്ടോ നടിയെ ബലാത്കാരമായി ഉപദ്രവിച്ചതായിട്ടോ യാതൊരു പരാതിയും നടി കൊടുത്തതായി അറിവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ദിലീപിന് എതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ട് എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു കേസ് തുടങ്ങിയ സമയത്ത് 230ഓളം അല്ലെങ്കിൽ 260ഓളം സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. പോലീസിൽ പറഞ്ഞിരുന്ന മൊഴികളെല്ലാം മാറ്റി പറയുന്ന ഒരു സാഹചര്യം പല സാക്ഷികളും ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതിന് പിന്നിൽ ഗൂഢാലോചനയും അല്ലെങ്കിൽ ദിലീപിന്റേതായിട്ടുള്ള പണത്തിന്റെ സ്വാധീനവും ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് പ്രോസിക്യൂഷന്റെ തെളിവുകൾ ശേഖരിക്കേണ്ടുന്ന കടമ പോലീസിനാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കേസ് തന്നെ നമുക്ക് നോക്കാം. ഈ കേസ് എന്താ കേസ്? വാഹനത്തിന്റെ അകത്ത് വെച്ച് നമുക്ക് നടിക്ക് പീഡനമേറ്റു എന്നുള്ളതാണ് ആ കേസിന്റെ സബ്ജക്ട്. അപ്പൊ സ്വാഭാവികമായി എത്ര തെളിവുകളാണ് നമുക്ക് ശേഖരിക്കാൻ കഴിയുക? പുറത്തു നിന്നുള്ള ഒരു തെളിവ് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. വാഹനത്തിന്റെ അകത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം, അവരുടെ മൊഴികളാണ് പ്രധാനം. അതല്ലാതെ വാഹനത്തിന്റെ അകത്ത് ഒരു അക്രമം നടന്നത് കണ്ടിട്ടില്ലാത്ത ഒരാളെ പ്രോസിക്യൂഷൻ തെളിവുകളായി കൊണ്ടുവന്നാൽ ആ തെളിവ് കോടതിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സ്വാഭാവികമായി. പിന്നെ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഗൂഢാലോചന ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് നടന്നത് എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി തെളിയിക്കണം. അതിനുള്ള കൃത്യതയുള്ള തെളിവുകൾ ഉണ്ടാകണം. അപ്പൊ നമുക്ക് കുറെ പ്രോസിക്യൂഷന്റെ സാക്ഷികളെ നമ്മൾ വിസ്തരിക്കുമ്പോൾ ആ പ്രോസിക്യൂഷൻ സാക്ഷികൾ കൊടുത്ത അതേ മൊഴികളായിരിക്കില്ല പ്രോസിക്യൂഷൻ അവിടെ കൊണ്ടുവരുന്നത്. പ്രോസിക്യൂഷൻ കൃത്യതയുള്ളതാണ്, പക്ഷേ പ്രോസിക്യൂഷനെ സഹായിക്കുന്ന തെളിവുകൾ ആരാ കൊണ്ടുവരാനുള്ളത്? പോലീസാണ് കൊടുക്കാനുള്ളത്. പോലീസ് എഴുതുന്ന റിപ്പോർട്ടാണ്. അപ്പൊ സാക്ഷി പറഞ്ഞു അതായിട്ട് പോലീസ് എഴുതുകയാണ്. അപ്പോ കോടതിയിൽ വരുമ്പോ അത് വിസ്തരിക്കുമ്പോ അങ്ങനെ ഒരു മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നിയമപരമായുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ശരിക്കും പോലീസ് അവിടെ കൃത്യതയുള്ള ഒരു റിപ്പോർട്ടല്ല, മൊഴിയല്ല അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ആ സാക്ഷിക്ക് കൃത്യതയുള്ള ഒരു മൊഴി അവിടെ അവതരിപ്പിക്കാനുള്ള സാഹചര്യമാണ് കോടതി ഒരുക്കുന്നത്. അപ്പൊ പോലീസ് കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി അവിടെ അത് ശരിയാണ് എന്ന് കോടതി ഒരിക്കലും അംഗീകരിക്കില്ല. നിയമവും ഒരിക്കലും പോലീസ് എഴുതുന്ന റിപ്പോർട്ട് കൃത്യമാണ് എന്ന് അത് ആഭ്യന്തര വകുപ്പാണ് അംഗീകരിക്കുന്നത്. നിയമവും അതുപോലെ തന്നെ കോടതിയും അംഗീകരിച്ചിട്ടില്ല. കോടതിയെ സംബന്ധിച്ച് തെളിവുകളാണ് ആവശ്യം. പോലീസ് കൊടുക്കുന്ന മൊഴികളെല്ലാം നേരാകണമെന്നില്ല. ആ നേരാകാത്ത മൊഴികളിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള സാക്ഷികളുടെ ഒരു അവകാശമാണ് കോടതിയിൽ സാക്ഷികളെ വിസ്തരിക്കുന്നത്. അപ്പൊ അവിടെ സാക്ഷികൾ മാറ്റി അവിടെ സാക്ഷികൾ കൃത്യതയുള്ള തെളിവുകൾ കൊടുക്കുമ്പോൾ അത് ഗൂഢാലോചനയുടെ ഭാഗമായി ആ സാക്ഷികളെയെല്ലാം മാറ്റി പറയിപ്പിച്ചതാണ് എന്ന് പറയുന്ന ഒരു വാദം ഒരിക്കലും നിയമപരമായി അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് പൊതു സംവിധാനങ്ങളിൽ നമുക്ക് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ അതിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല. നിലവിലൊരു സാഹചര്യം പരിഗണിച്ചു കഴിഞ്ഞാല് ദിലീപിനെതിരെ ഉള്ളൊരു വിധി അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമായാണ് വിധി വരാൻ സാധ്യതയുള്ളത് എന്നാണോ? എന്തായാലും അതിജീവിതയെ ആക്രമിച്ച ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അതിന്റെ അകത്ത് മോട്ടിവേഷൻ. കൃത്യമായി അത് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നടിയെ കൃത്യമായി ആക്രമിച്ച ആൾ ശിക്ഷിക്കപ്പെടണം. അത് സർക്കാരിന്റെ മാത്രമല്ല പൊതുജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
കൃത്യമായി ശിക്ഷിക്കപ്പെടണം. പക്ഷേ പ്രതി, അതായത് കൃത്യം ചെയ്ത പ്രതി പറയുകയാണ് ഇന്നയാൾ എനിക്ക് കൊട്ടേഷൻ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അപ്പൊ ആ സാഹചര്യം പരിശോധിക്കുമ്പോ ദിലീപിന് അവിടെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു DGP ആയിരുന്ന ഒരു ഇപ്പോ BJP കാൻഡിഡേറ്റാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണ്. അവര് ആ സമയത്ത് ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്ത് അവര് ജയിൽ DGP ആയിരുന്നു. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. അതായത് കൃത്യതയുള്ള തെളിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ കൃത്യതയോടുകൂടി തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പറഞ്ഞ് അത് സ്ത്രീകൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുവാനും ഉത്തരവാദിത്തം കാണിച്ച ഒരു വലിയ IPS ഉദ്യോഗസ്ഥയായിരുന്നു അവൻ. അവര് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേരള സമൂഹം പറയുന്നില്ല നടി ഒരിക്കലും ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നും ആരും പറയുന്നില്ല. നടിക്ക് കൃത്യതയുള്ള അക്രമം ഏറ്റിട്ടുണ്ട്. അവരെ കൃത്യതയോടുകൂടി തന്നെ ആസൂത്രിതമായി തന്നെ അവരെ ലൈംഗികമായി, അതായത് നഗ്നതയോടുകൂടി അവരെ വീഡിയോ വാഹനത്തിന്റെ അകത്തു നിന്ന് ബലാത്കാരമായി പകർത്തി എന്നൊക്കെ പറയുന്നതെല്ലാം സത്യസന്ധമായുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ഇനി യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷെ ഇവിടെ ദിലീപ് ആണ് ഇതിന്റെ പിന്നിൽ. ദിലീപിന് കൃത്യതയോടുകൂടി വൈരാഗ്യം നടിയോടുകൂടി ഉണ്ട്. ദിലീപിന്റെ ഫാമിലി വിഷയങ്ങളിൽ നടി വളരെ ജാഗ്രതയോടുകൂടി ഇടപെട്ടു. അതുപോലെ തന്നെ ദിലീപും ആദ്യത്തെ ഭാര്യയുമായി പിണങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ ഈ സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദിലീപിനെ ബന്ധപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ തെറ്റായിട്ടുള്ള നടപടിയാണ്. ദിലീപിൽ നിന്നും സാമ്പത്തികം തട്ടുന്നതിന് വേണ്ടി, ദിലീപിനെ ഹൈജാക്ക് ചെയ്യുന്നതിന് വേണ്ടി, സിനിമാ ഫീൽഡിൽ ദിലീപിനെതിരെയുള്ള ശത്രുക്കളുടെ ഒരു ഗൂഢാലോചനയാണ് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ ഉള്ളതെന്നൊക്കെ തന്നെ അവര് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജയിൽ DGP ഈ ഘട്ടത്തിൽ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റമില്ല. അതായത് ഈ വിഷയങ്ങളിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് അവര് കൃത്യതയോടുകൂടി അക്കമിട്ട് പറഞ്ഞു. അവരൊരു IPS ഉദ്യോഗസ്ഥയായിരുന്നു. അന്ന് അവർക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ആളായിരുന്നു. ഈ കേസ് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് ദിലീപ് ഈ കേസിൽ പ്രതിയായതോടുകൂടിയാണ്. ദിലീപിന് നടിയോട് ചിലപ്പോ എന്തെങ്കിലും മാനസിക വിഷമതകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴും പ്രോസിക്യൂഷന് ദിലീപാണ് ഇത് ചെയ്തത് എന്ന്, ദിലീപിന് ഇതിന് വലിയൊരു പങ്കുണ്ട് എന്ന് കോടതിയിൽ തെളിയിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള തെളിവുകളൊന്നും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോ നാളെ അറിയാം ദിലീപിന് എങ്ങനെയാണ് വിധി വരുന്നത് എന്നുള്ളത്. അതിനുശേഷം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായത്തിൽ വിചാരണ ജഡ്ജി നാളത്തെ വിധി പ്രസ്താവനം വേറൊരു ദിവസത്തേക്ക് മാറ്റും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അവസാനമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു സൂചന. ആ സൂചന നന്നായിരിക്കട്ടെ. അത് 11-ാം തീയതി കഴിഞ്ഞ് ഈ ഒരു വിധി പ്രസ്താവം വന്നു കഴിഞ്ഞാൽ അതൊരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിധിയാണ്. നടന്നത് ഒരു നിഷ്പക്ഷമായുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് പൊതുസമൂഹത്തിന് വിലയിരുത്തുവാൻ കഴിയും. അതെ, അപ്പോ വിധിക്ക് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു വിഷയവുമായി ചർച്ച ചെയ്യാം. അതെ, താങ്ക് യു.